ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഈ വീഡിയോ ഓൾറെഡി റെക്കോർഡായി എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു, പക്ഷേ റെക്കോർഡായില്ല. ഓൾറെഡി എൻ്റെ ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞു. അതിനകത്ത് ഓൾമോസ്റ്റ് ക്ലോസ് ടു 5,000 റുപ്പീസ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പി സൈഡ് ട്രേഡായിരുന്നു ഞാൻ എടുത്തത്. ബിക്കോസ് ഇത് ഓപ്പൺ ചെയ്ത് ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സും നെഗറ്റീവായിരുന്നു. അതുകൊണ്ട് ഞാനൊരു പി ട്രേഡ് എടുത്തു. നമ്മുടെ ടാർഗറ്റ് ഞാൻ കുറച്ചും കൂടെയും താഴത്തോട്ട് ഡൗൺഫോൾ പ്രതീക്ഷിച്ചു, പക്ഷേ വന്നില്ല. കുറച്ചുകൂടെ പ്രോഫിറ്റ് കാണിച്ചാണ് നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ് നമ്മുടെ ഹിറ്റ് ചെയ്തത്. അങ്ങനെ 5,000 റുപ്പീസിൽ നമ്മൾ ട്രേഡ് എക്സിറ്റ് ചെയ്തു. നമുക്കൊരു ചെറിയ ട്രേഡും കൂടെ കിട്ടുമെന്ന് നമുക്ക് ശ്രമിച്ച് നോക്കാം. ഇതൊരു അപ്വേർഡ് മൂവിനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. നമുക്കൊരു നല്ല സ്ഥലത്ത് ഒരു അപ്വേർഡ് ട്രേഡ്, ഒരു സി ട്രേഡ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതും കൂടെ എടുത്തിട്ട് ഇന്നത്തെ ഡേ നമ്മൾ ക്ലോസ് ചെയ്യും. ഗ്ലോബൽ മൊമെൻറ്റം നെഗറ്റീവാണ്, പക്ഷേ നമ്മുടെ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് കുറച്ച് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ ഓപ്പൺ ഹൈ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ FIIs എല്ലാം സെല്ലിംഗ് ആണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ FIIs എന്ന് പറയുന്നതെല്ലാം നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ്. അവർ ഫോറിൻ കൺട്രീസിൽ നിന്ന് നമ്മുടെ ഇവിടെ ടാക്സ് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഫോറിൻ കൺട്രീസ് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ FIA സെല്ല് ചെയ്യണു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആക്ച്വൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഇന്ത്യയിൽ നിന്ന് വിഡ്രോ ചെയ്യണു എന്നുള്ളൊരു ഫീല് നമുക്ക് വേണ്ട. അതിനകത്ത് മെജോറിറ്റിയും നമ്മുടെ ഇന്ത്യൻ വലിയ ബിസിനസ്സുകാർ ഒക്കെയാണ് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വലിയ പൈസയുള്ള ആൾക്കാരാണ് നമ്മുടെ മാർക്കറ്റിൽ, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു ഫോറിൻ കൺട്രി ത്രൂ ഇൻവെസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ബിക്കോസ് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റെമിറ്റൻസ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ ആണ് ഈ മാസങ്ങളിലൊക്കെ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന പൈസയൊന്നും നമ്മുടെ എക്കണോമിയിൽ നിന്ന് ഔട്ട്സൈഡിലോട്ട് സൈഫൺ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇലക്ഷനൊക്കെ പ്രമാണിച്ച് ഇവിടെ പൈസയുടെ ഒത്തിരി റിക്വയർമെൻ്റ് ഉള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇത് നമ്മുടെ ഇവിടുന്ന് ഷെയർ മാർക്കറ്റിൽ ഒത്തിരി സെല്ലിങ് ഇപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ നമ്മുടെ ഈ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഷെയർസ് സെല്ല് ചെയ്യുമ്പം അവരൊരിക്കലും നമ്മളൊരു ട്രേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്, ഒരു സി ട്രേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ചെറിയ പ്രോഫിറ്റിലാണ് നമുക്ക് കാണുന്നത്. നമ്മുടെ ആക്ച്വൽ ടാർഗറ്റ് എത്തുകയാണെങ്കിൽ നമ്മൾ അത് എക്സിറ്റ് ചെയ്യും. അല്ലാതെ നമ്മൾ ട്രേഡ് കുറേ സമയത്ത് ഹോൾഡ് ചെയ്തിട്ട് അധികവും സ്കാൽപ്പിംഗ് ട്രേഡ്സാണ് ഞാൻ ചെയ്യാറ്. നമ്മുടെ ഈ ഓപ്പണിങ്ങും നമ്മുടെ സെക്കൻഡ് റെഡ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് നമുക്കൊരു സ്പൈക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. $22.50 കോൾസ് ആണ് നമ്മൾ എൻ്റർ ചെയ്തത്, 200 ക്വാണ്ടിറ്റി. ഫസ്റ്റ് ട്രേഡ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മൾ എക്സിറ്റ് ചെയ്തായിരുന്നു. ക്ലോസ് ടു 5,000 റുപ്പീസ് എൻ്റെ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും നമ്മുടെ ഈ ഇൻവെസ്റ്റേഴ്സിന് പൈസ ഇവിടുന്ന് സൈഫൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയും ഇത്ര മാർക്കറ്റ് ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ അവർ സെല്ല് ചെയ്യത്തില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് അവർ മാർക്കറ്റ് ഒരു പ്രാവശ്യമെങ്കിലും മാർക്കറ്റ് മുകളിലോട്ട് കൊണ്ടുപോകും. മാർക്കറ്റ് ഹൈയിലെത്തിയിട്ട് അവർ സെല്ല് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് വലിയ നഷ്ടം വരും. അപ്പോൾ അവർ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അത്രയും വെയിറ്റ് ചെയ്യത്തില്ല, നമ്മളതിന് മുമ്പ് എക്സിറ്റ് ചെയ്യും. നമ്മൾ 121 നമ്മൾ എൻ്റർ ചെയ്തേക്കുന്നത്. ഒരു 140 താഴത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രേഡിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യും. അതായത് ഒരു 6 പോയിൻ്റ് ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നമ്മളൊരു 135-140 റേഞ്ചിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. നമുക്ക് കൃത്യമായിട്ട് ഒരു 1:2 മുകളിൽ നമുക്ക് ഇതിനകത്ത് റിസ്ക് റിവാർഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും.
ഏറ്റവും കുറഞ്ഞതിൻ്റെ ഹൈ ഒന്ന് എന്തായാലും വൺസ് ഒന്ന് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം, നോക്കാം. ആക്ച്വൽ ഗ്ലോബൽ മൊമെൻറ്റം നെഗറ്റീവാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റും ശരിക്കും അതിനോട് റെസ്പോണ്ട് ചെയ്യണം. പക്ഷേ അത് റെസ്പോണ്ട് ചെയ്യുന്നില്ല, മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നത്. അത് ഞാൻ മുമ്പേ പറഞ്ഞതാവാം അതിൻ്റെ ഒരു കാരണം. കാരണം ഡൗ ജോൺസ് ഒക്കെ നെഗറ്റീവ് തന്നെയാണ്. ബാങ്ക്സ് കോട്ടക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം പോസിറ്റീവാണ്. കോട്ടക്കിൽ നിങ്ങൾ പേപ്പറിൽ വായിച്ചു കാണുമല്ലോ, കോട്ടക്കിൽ ആക്ച്വലി റിസർവ് ബാങ്കിന് ചില കൺട്രോൾസ് വന്നിട്ടുണ്ട്. നമ്മൾ 123 ആണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്കൊരു 129 വരെയൊക്കെ എത്തിയായിരുന്നു. നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടില്ല, നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമ്മളൊരു 135 റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിൽ സ്റ്റാർട്ട് ബുക്കിംഗ്. നമുക്കൊരു നല്ല ഒരു ഗ്രീൻ ക്യാൻഡിൽ വരണം. ഇതുവരെ വന്നിട്ടില്ല. നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് നമ്മുടെ എക്സിറ്റ് ചെയ്തു. നമുക്ക് ഒരെണ്ണം 145 ബുക്ക് ചെയ്തു. 135 നമ്മൾ പ്രതീക്ഷയിലും കൂടുതൽ ടാർഗറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ട്രേഡെല്ലാം എക്സിറ്റ് ചെയ്തു. ഇത് ഹോൾഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഹോൾഡ് ചെയ്യുമ്പോൾ കുറച്ച് പോയിൻറ്റ്സ് കിട്ടും. നമ്മൾ 3000 പ്ലസ് ഈ ട്രേഡിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേ നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യാണ്. നമ്മൾ 8000 പ്ലസ് നമ്മുടെ ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈൽ നമ്മളെപ്പോഴും ഏകദേശം ഒരേ രീതിയിൽ തന്നെ നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. കാരണം ഇന്ന് ചിലപ്പോൾ നമുക്കിത് ഹോൾഡ് ചെയ്താൽ കുറേയും കൂടെയും ഡെഫിനറ്റ്ലി കുറച്ചുകൂടെ പ്രോഫിറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ അത് എല്ലാ ദിവസവും അത് സാധിക്കണം നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ എന്താണോ ഫോളോ ചെയ്യുന്ന രീതി അത് കണ്ടിന്യൂസ് ആയിട്ട് അറ്റ്ലീസ്റ്റ് നമ്മളൊരു ബിഗിനിങ് സ്റ്റേജിൽ നമുക്കൊരു ഒരു ഒരു പെർഫെക്റ്റ് ഒരു ട്രേഡർ എന്നുള്ള നിലയ്ക്ക് അവിടെ എത്തുന്നവരെങ്കിലും നമ്മുടെ അത്ര കോൺഫിഡൻറ്റ് എത്തുന്നവരെങ്കിലും നമ്മൾ നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈൽ നമ്മൾ സെയിം തന്നെ കീപ്പ് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇന്ന് 8142 ആണ് നമ്മുടെ റിയലൈസ്ഡ് പ്രോഫിറ്റ്. നമ്മൾ ഇന്നത്തെ ഡേ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇന്നത്തെ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രതീക്ഷയൊക്കെ വളരെ മുകളിൽ ഇത് പോയിട്ടുണ്ട്. ക്യാൻഡിൽ ഭയങ്കര ഗ്രീൻ ക്യാൻഡിലാണ്. ഡെഫിനറ്റ്ലി CPR ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. താങ്ക് യു.